ഹലോ, അസ്സലാമലൈക്കും. അപ്പോൾ എന്തൊക്കെയുണ്ട് എല്ലാവരും? വർത്താനം സുഖം തന്നെയല്ലേ? ഞാൻ ഇന്നിപ്പോൾ ഒരു ഡേ മൈ ലൈഫ് അല്ല, 2 ദിവസത്തെ വീഡിയോയും കൂടി മിക്സ് ചെയ്തിട്ട് ഉണ്ടാക്കിയെടുത്താണ്. അപ്പോൾ ഒരു ദിവസം ബിരിയാണി വെച്ച ദിവസമാണ് കാക്ക ഇങ്ങനെ മീനുകൾ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നത്. അപ്പോൾ ഒക്കെ വെറൈറ്റി മീനുകളാണ്. ഇത് 5 ഐറ്റം മീനാണ് കൊണ്ടുവന്നിട്ടുള്ളത്. അത് ഓരോന്ന് ഒക്കെ ഉള്ളൂ കേട്ടോ. ഓരോരോ മീനുകളൊക്കെ നല്ല ടേസ്റ്റാണ് ഇത് കഴിക്കാൻ. പിന്നെ ഇത് പറഞ്ഞാൽ ഇത് രണ്ടല്ലോ, ഇതൊരു വെറൈറ്റി ഒരു മീനാണ്. ഇതിൻ്റെ പേരുകളൊന്നും എനിക്കറിയില്ല കേട്ടോ. ഇത് രണ്ടും നല്ല ടേസ്റ്റാണ്. ഇത് 3ഉം വേറെ മീനുകളാണ് കേട്ടോ. അപ്പോൾ ഉമ്മാക്ക് കറി വെക്കാൻ ഭയങ്കര ഇഷ്ടപ്പെട്ട മീൻ, അതായത് കറി വെച്ചാൽ നല്ല ടേസ്റ്റുള്ള മീനാണ് ഇത് രണ്ടും. ഇത് രണ്ടായിട്ട് നമ്മൾ തേങ്ങാപ്പാലിൽ കറി വെക്കുകയാണെന്നുണ്ടെങ്കിൽ വളരെ ടേസ്റ്റാണ്. ഒരിക്കലും അതിൻ്റെ രുചി നാവിന്ന് പോകില്ല, അറിയില്ല, അതേപോലെയാണ് കേട്ടോ. അപ്പോൾ ഞാൻ ഇപ്പോൾ ഇന്നൊരു ബിരിയാണി വെച്ച ദിവസമാണ്. അപ്പോൾ ഞാൻ ഇതൊക്കെ ഒന്നാണ്ട് എടുത്ത് വെക്കുകയാണ്. അപ്പോൾ ഇന്ന് ഈ മീനിൻ്റെ പരിപാടിയൊന്നുമില്ല. ഇതൊക്കെ ഒറ്റയ്ക്ക് ഓരോന്നും ഇങ്ങനെ വന്നങ്ങനെ നമ്മൾ കായം തേച്ച് പൊരിക്കൂല, അങ്ങനെ പൊരിക്കണം കേട്ടോ. നല്ല ടേസ്റ്റ് ഉണ്ടാവും. മുറിക്കാതെ പൊരിക്കണം, അപ്പോഴാണ് അതിൻ്റെ ഒരു ടേസ്റ്റ് ഒന്നുകൂടി നമുക്ക് കിട്ടുക. അപ്പോൾ ഇതൊക്കെ ഞാൻ കഴുകിയിട്ട് റെഡിയാക്കിയാണ്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണ്. അപ്പോൾ ക്ലീൻ ചെയ്തിട്ടില്ല കേട്ടോ, ഇന്നൊരു മടി പിടിച്ച ദിവസമായതുകൊണ്ട്. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡിയാക്കിയിട്ടുണ്ട്. പിന്നെ എന്തായാലും നമുക്ക് ഇനി എന്ത് ബിരിയാണി എന്തുണ്ടാക്കിയാലും സാദാ ചോറ് ഇവിടെ നിർബന്ധമാണ്. അത് ഞാൻ വോയിസ് കൊടുക്കുന്ന കൂട്ടത്തിൻ്റെ ഐസിയും കൂടി ഉണ്ട് കേട്ടെന്നേ. അപ്പോൾ അതാ അതിലേക്കുള്ള സമ്മന്തി ഇവിടെ റെഡിയാക്കിക്കണേ. അപ്പോൾ ഇത് നമ്മൾ സാധാരണ തേങ്ങയും പച്ചമുളകും ഒക്കെ കൂടിയുള്ള സമ്മന്തിയാണ്. പിന്നെ ഒരു പച്ചക്കറീൻ്റെ കറി റെഡിയാക്കിയിട്ടുണ്ട്. ഞാൻ പറഞ്ഞല്ലോ, ഇവിടെ എല്ലാവർക്കും ഉണ്ട്, പണിക്കാരൊക്കെ ഉണ്ട്. അപ്പോൾ എല്ലാവർക്കും ഒന്നും മീനും ഇതൊന്നും പറ്റൂല കേട്ടോ. പിന്നെ കുട്ടികളുടെ കഞ്ഞി. അപ്പോൾ ഇതാ നമ്മളെ കഞ്ഞിയും റെഡി ആയിട്ടുണ്ട്. പിന്നെ ബീട്രൂട്ട് സമ്മന്തി, ഇത് നമുക്ക് 2 ചോറ്റുക്കും കൂട്ടാം. സാധാ ചോറ്റുക്കായാലും തീക്കായാലൊക്കെ കൂട്ടാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് ബീട്രൂട്ടിൻ്റെ സമ്മന്തി ഉണ്ടായാൽ വേറെ ഒന്നും ആവശ്യമില്ല കേട്ടോ. സാധാ ചോറ് കഴിക്കാൻ ഇത് മാത്രം മിക്സ് ചെയ്ത് കഴിച്ച് തിന്നാത്ത നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്ന് ഇങ്ങനത്തെ ഒരു ദിവസങ്ങളൊക്കെയാണ്. അപ്പോൾ സാധാ ചോറും വെച്ചിട്ടുണ്ട്. അപ്പോൾ ആ ചോറ് ഞാൻ ചൂടാറാത്ത പാത്രത്തിലേക്ക് ഒരു പാത്രത്തിലാക്കി ഇറക്കി വെച്ച് കൊടുത്തേക്കാണ്. അപ്പോൾ രാവിലത്തെ ദോശ ഉണ്ടായിരുന്നു, അത് അതിൻ്റെ മുകളിൽ മൂടി വെച്ചിട്ടുണ്ട്. അപ്പോൾ നമ്മുടെ ദോശക്കും ചൂടുണ്ടായിക്കോളും, നമ്മുടെ ചോറും ചൂടുണ്ടായിക്കോളും. ചോറൊന്ന് കുറച്ചേ വെച്ചിട്ടുള്ളൂ ബിരിയാണി ഉള്ള കാരണം. അപ്പോൾ ഇത് ഇങ്ങനെ പാത്രത്തിലേക്ക് ഞാൻ അടച്ച് വെക്കുകയാണ് കേട്ടോ. അപ്പോൾ ഇതിൻ്റെ മേലെ ഇങ്ങനെ വെക്കണം എന്താ വെച്ചാൽ ഈ പാത്രത്തിൻ്റെ മൂടിക്ക് ഒരു പൊട്ടുണ്ട്, അതുകൊണ്ടില്ലേ ഇതിൻ്റെ ക്ലിപ്പ് പോന്നിക്കണ്. അപ്പോൾ അതുകൊണ്ടാണ് ഞാനിത് ഇങ്ങനെ മൂടി വെച്ച് കൊടുക്കുന്നത്. അപ്പോൾ ഇതങ്ങനെ മൂടി വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഈ നാരങ്ങച്ചാറുണ്ടല്ലോ, അത് വളരെ ടേസ്റ്റിയാണ് കേട്ടോ. അപ്പോൾ എന്നോട് കമൻറ്റിൽ അന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു നാരങ്ങച്ചാറിൽ എണ്ണ കൂടുതലാണ്. അപ്പോൾ കൂടുതൽ എണ്ണ ഉണ്ടായാൽ മാത്രമേ അച്ചാർ കേടരാതെ വർഷങ്ങളോളം ഇരിക്കുള്ളൂ. ഒരു വർഷത്തിൽ ഒരിക്കലേ ഞാൻ അങ്ങനത്തെ അച്ചാർ ഇടുള്ളൂ. അപ്പോൾ നമുക്ക് ഇത് കൂട്ടുന്ന സമയത്ത് ഞാൻ എന്താ ചെയ്യൽ വെച്ചാൽ ആ കുപ്പീൻ്റെ മേലിന് ആ എണ്ണ നമ്മൾ പുറത്തേക്ക് ഒഴിവാക്കും. പുറത്തേക്ക് ഒഴിവാക്കിയാൽ നമുക്ക് പിന്നെ അച്ചാർ കൂട്ടുന്ന സമയത്ത് എണ്ണ ഉണ്ടാവില്ല. ഇനിയിപ്പോൾ ഇതിൻ്റെ മേലുള്ള എണ്ണ വേണമെന്നുണ്ടെങ്കിൽ യൂസ് ചെയ്യുക, വേണ്ടാത്തവർക്കാണെങ്കിൽ അല്ലാതെ എടുക്കുക. അങ്ങനെ കേട്ടോ ഞാൻ ചെയ്യൽ. അപ്പോൾ ഈ അച്ചാർ നല്ല സോഫ്റ്റും ഉണ്ടാവും, നല്ല ടേസ്റ്റി ആയിക്കാരം. അപ്പോൾ ഇതാ മീൻ ഞാൻ ഫ്രിഡ്ജിക്ക് വെക്കണം. ആദ്യമായിട്ടാണ് ഞാൻ ക്ലീൻ ചെയ്യാതെ മീൻ എടുത്ത് വെക്കുന്നത്. അപ്പോൾ ഫീസർക്ക് വെക്കാമെന്ന് വിചാരിച്ച് നിൽക്കുക കേട്ടോ. ഫീസറിൽ നമുക്കായാലും അത് തണുത്തിരുന്നോളും, കറണ്ട് പോയാൽ ആകെ കുലുമാലാവും ചെയ്യും. അപ്പോൾ ഞാൻ കുറച്ച് തേങ്ങയും കാര്യങ്ങളൊക്കെ ഉണ്ട് ഫീസറിൽ. ഇതിൻ്റെ മുമ്പൊരു വീഡിയോ ചെയ്തിട്ട് നിങ്ങളെ ഫീസർ എന്താ സൂപ്പർ മാർക്കറ്റോ എന്ന് ചോദിച്ചിട്ടുണ്ടായിരുന്നു, എല്ലാ സാധനങ്ങളുള്ള എന്തായിട്ട്. അപ്പോൾ നമ്മൾ മീനും സാധനങ്ങളൊക്കെ നമ്മൾ കിട്ടുന്ന സമയത്ത് ഇങ്ങനെ വെക്കൽ തന്നെയാണ് കേട്ടോ. പിന്നെ പപ്പടം കൊണ്ടുവന്നിട്ടുണ്ട്. പപ്പടവും ഞാൻ ഫീസറിലാണ് വെക്കൽ. അപ്പോൾ ഒരു കുറച്ച് കൂടുതലുണ്ടാവും പപ്പടം. അപ്പോൾ പഴയ പപ്പടം മേൽക്കും പുതിയ പപ്പടം അടിക്കാക്കിയാണ്ട് വെക്കുക കേട്ടോ. അതും ഫീസറിൻ്റെ ഡോർമിലവിടെ വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഫ്രഷ് ആയിട്ട് തന്നെ ഇരിക്കും. അപ്പോൾ അങ്ങനെ ആ ദിവസം കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ പിന്നെ അടുത്തൊരു ദിവസമാണിത്. അടുത്തൊരു ദിവസം ഞാൻ 2 ദിവസം കഴിഞ്ഞതിൻ്റെ ശേഷമുള്ള ഒരു വീഡിയോ ആണ്. അപ്പോൾ അത് ഒരു 2 കിലോ മീൻ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ ആ മീനൊക്കെ എടുത്തിട്ട് നല്ലോണം ഒന്ന് ക്ലീൻ ചെയ്യുകയാണ്. അപ്പോൾ ഇത് വലിയതും ചെറിയതാക്കിയാണ് വേർതിരിച്ചിട്ട് ആണ് ഞാൻ റെഡിയാക്കി എടുക്കാൻ പോകണം. അപ്പോൾ മീനൊക്കെ ഇങ്ങനെ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ടെന്ന് വെച്ചെങ്കിൽ നമുക്ക് പെട്ടെന്ന് നമ്മളെ പണി കഴിച്ചിട്ടാ. അപ്പോൾ വാല് നിർത്തിക്കാണ്ടാണ് ഞാൻ ഒരുവിധം മീൻ പൊരിക്കാൻ വേണ്ടിയിട്ട് ചെയ്യുന്നത്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെ ചെയ്യലുണ്ടോയെന്ന് എങ്കിലും ഒന്ന് കമൻറ്റിലൂടെ പറയേണ്ടിട്ടാ. പിന്നെ വറ്റിക്കള്ളീൻ്റെ വാലൊക്കെ കട്ട് ചെയ്യുകയും ചെയ്യും. അപ്പോൾ അങ്ങനെ മീനൊക്കെ കംപ്ലീറ്റ് ഒന്ന് ക്ലീൻ ചെയ്തെടുക്കട്ടെ.
അപ്പോൾ ആ മീനൊക്കെ കംപ്ലീറ്റും ക്ലീൻ ചെയ്തതിൻ്റെ ശേഷം വറ്റിച്ചെടുക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ തക്കാളി ഉണ്ട്. ഞാനൊരു 1.25 കിലോ പോലെ മീനുണ്ട് വറ്റിച്ചെടുക്കുന്നുണ്ട്. അപ്പോൾ അത് നമുക്കൊന്ന് വറ്റിച്ചെടുത്തതിൻ്റെ ശേഷം വേണ്ടിയവർക്ക് പൊരിക്കും ചെയ്യാം. അപ്പോൾ അങ്ങനെ റെഡിയാക്കി എടുക്കുകയാണ്. മഞ്ഞൾപ്പൊടി, ഉപ്പും, മുളക് പൊടി, പുളിവെള്ളവും, തക്കാളി, പച്ചമുളകും ചേർത്തിട്ടാണ്. അപ്പോൾ സാധാരണ ഞാനിതിൽ വെളുത്തുള്ളി കൂടുതൽ ചേർക്കലുണ്ട്. അപ്പോൾ ഈ പ്രാവശ്യം ഞാൻ ചേർക്കാത്തത് എന്താ വെച്ചാൽ ഇമ്മാക്ക് കൂട്ടുകയാണെന്നുണ്ടെങ്കിൽ വെളുത്തുള്ളി ഉണ്ടായ ഇഷ്ടപ്പെടുള്ളൂ കേട്ടോ. അപ്പോൾ അതുകൊണ്ടാണ്. അപ്പോൾ ഇതാ ഒക്കെ മിക്സ് ചെയ്തിട്ട് അടുപ്പത്ത് വെച്ചുകൊണ്ട് അത് കത്തിച്ച് കൊടുക്കുകയാണ്. നല്ലവണ്ണം തീയണ്ട് കത്തിക്കഴിഞ്ഞാൽ നമ്മൾ മീനൊക്കെ റെഡിയായി വരും. ഇപ്പോൾ ചൂടായി വരുന്നേ ഉള്ളൂ. കുറച്ച് എണ്ണയും കൂടി ഉറ്റിച്ച് കൊടുത്തിട്ടാണ് ഞാനത് റെഡിയാക്കിയിട്ടുള്ളത്. അപ്പോൾ ഇതിൽ നിന്ന് തന്നെ സാധാരണ എല്ലാവർക്കും അറിയാമല്ലോ, മീൻ വറ്റിച്ച് കഴിഞ്ഞ് വരുമ്പോൾ ഇതിൽ നിന്ന് തന്നെ വെള്ളമൊക്കെ വരും. അപ്പോൾ കരിവേപ്പിൻ്റെ മേലെ നിറയത്തിന് വെച്ച് കൊടുത്തിട്ട് നമുക്കിത് മൂടി വെച്ച് വേവിച്ചെടുക്കാം. അതിന് ശേഷം വേണമെന്നുണ്ടെങ്കിൽ പൊരിച്ചെടുക്കുകയോ ഇനി അങ്ങനെ കൂട്ടുകയാണെങ്കിൽ അങ്ങനെ കൂട്ടൊക്കെ ചെയ്യാട്ടോ. അപ്പോൾ ഇതാ ഇത് തിളച്ച് വരാനായിട്ടുണ്ട്. അപ്പോൾ ഇത് മൂടി വെച്ച് കൊടുക്കട്ടെ. അപ്പോൾ ഇതൊരു 10 മിനിറ്റ് കഴിഞ്ഞതിൻ്റെ ശേഷം ഞാനത് എടുത്ത് നോക്കിയതാണ്. കണ്ടില്ല നിങ്ങൾ, വെള്ളമൊക്കെ വറ്റി റെഡി ആയിട്ടുണ്ട്. വേണമെന്നുണ്ടെങ്കിൽ പച്ച വെളിച്ചെണ്ണ യൂസ് ചെയ്ത് ഉറ്റിച്ച് കൊടുത്താൽ നമുക്ക് അങ്ങനെ റെഡിയാക്കി എടുക്കാം. ഇത് വേറൊരു ഐറ്റം മീനാണ്. അപ്പോൾ ഇത് കായം തേക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ പച്ചമുളക്, അതായത് ചീനാമുളകും മഞ്ഞളും ഉപ്പും മാത്രം തേച്ചിട്ടാണ് ഇത് റെഡിയാക്കുന്നത്. അപ്പോൾ ചീനാമുളക്, മഞ്ഞൾ, ഉപ്പും കൂടി മിക്സിയിൽ നന്നായിട്ട് അരച്ചെടുക്കുക. വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് വെളിച്ചെണ്ണയും കൂടി ചേർത്ത് കൊടുക്കട്ടോ. ഇല്ലയെന്നുണ്ടെങ്കിൽ കുറച്ച് സുർക്ക ചേർത്ത് കൊടുക്കുക. പച്ചവെള്ളമാണെങ്കിൽ അതും ചേർത്ത് കൊടുക്കുക. എന്നിട്ട് നമുക്കിത് ഒരു നല്ല ചൂടായ എണ്ണയിലിട്ടിട്ട് ജസ്റ്റ് ഒന്ന് മൂടി വെച്ചുകാണ്ട് വേവിച്ചെടുക്കുക. അങ്ങനെ വേവിച്ചെടുത്തിട്ടുണ്ടെങ്കിൽ പിന്നെ അതൊന്ന് മുറിച്ചെടുത്താൽ മതി. അപ്പോൾ ഇത് ഞാൻ വാലുള്ള മീനുണ്ടല്ലോ, അതാണ് ഇപ്പോൾ ഇത് റെഡിയാക്കണത് കേട്ടോ. പിന്നെ ആദ്യം ഞാൻ അതിൻ്റെ അടുത്ത് നിന്ന് കട്ടായി പോയതാണ്. കരിവേപ്പിൻ്റെ ഇല എണ്ണ ചൂടായപ്പോൾ കരിവേപ്പിൻ്റെ ഇല കുറച്ച് ഇട്ട് കൊടുത്തതിന് ശേഷമാണ് മീൻ പൊരിച്ചാൻ വേണ്ടിയിട്ട് ഇട്ട് കൊടുത്തത്. അപ്പോൾ അത് എൻ്റെ അടുത്ത് മിസ്സായി പോയിക്കണം. ഞാൻ ആ വീഡിയോൻ്റെ ഭാഗം ഇനിയിപ്പോൾ അതൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ ഇത് കൂടുതലൊന്നും ഇങ്ങനെ ചെയ്തിട്ടില്ല കേട്ടോ. അപ്പോൾ ഈ മീൻ നല്ല ടേസ്റ്റ് ഉള്ളതാണെങ്കിൽ ഈ മീൻ ഇത് നല്ലൊരു രുചി ഉണ്ടാവും. ഇത് ഒറ്റക്ക് മതി. പച്ച ചോറുണ്ടല്ലോ, അതായത് പച്ച വറ്റിൻ്റെ കൂടെ നമുക്ക് ഇതും കൂട്ടിക്കാണ്ട് ഇങ്ങനെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൽ ഇത്ര എണ്ണയൊന്നും ഞാൻ ഒഴിച്ചിട്ടില്ല. അപ്പോൾ നമ്മുടെ മീനിൽ നിന്ന് വന്ന നെയ്യാണത്. അപ്പോൾ അങ്ങനെ വന്നപ്പോഴാണ് ഇത് കുറേ തിളച്ച് വരുന്നുണ്ടല്ലോ, അത് അതുകൊണ്ടാട്ടോ. പിന്നെ ഒന്ന് മുരിഞ്ഞതിൻ്റെ ശേഷം നമുക്കിത് ഓരോന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിട്ട് കൊടുത്തതിൻ്റെ ശേഷം ഒന്നും കൂടി ഒന്ന് മൂടി വെച്ച് കൊടുക്കാം. മൂടി വെച്ചില്ലാച്ചൊരു കുഴപ്പമൊന്നുമില്ല. മൂടി വെച്ച് കൊടുത്താൽ ഒന്നും കൂടി നമുക്ക് ഒരു ടേസ്റ്റായി കിട്ടും. അത് നിങ്ങൾ ഇഷ്ടം പോലെ ചെയ്യാം. ഇത് വളരെ ടേസ്റ്റുള്ളൊരു മീനാണ് കേട്ടോ. അപ്പോൾ അതാ ഇതിങ്ങനെ ഓരോന്നും മറിച്ചിട്ട് കൊടുക്കുകയാണ്. അപ്പോൾ കരിവേപ്പിൻ്റെ രണ്ടിൽ നിങ്ങൾ മേലക്ക് ഇതായിക്കണേ. അപ്പോൾ ഉടയാതെ മറിച്ചിടാൻ ശ്രമിക്കണം കേട്ടോ. ഇനി വാല് മുറിച്ചിട്ടൊരു കുഴപ്പമില്ല. ഈ വാലും നെരിയേക്കിനെ കടിച്ച് തിന്നാൽ നല്ല ടേസ്റ്റാണ്. അപ്പോൾ ഇന്നൊരു മീനിൻ്റെ ഒരു ദിവസമായിരുന്നു കേട്ടോ. മീനെ എല്ലാം കൂടി നമുക്ക് ഒരു മീനെ കൊണ്ടുണ്ടാക്കിയ വിഭവങ്ങൾ മാത്രം വെച്ചിട്ടുള്ള ഒരു ദിവസമായിരുന്നു. പിന്നെ മീൻ ഞാൻ കുറച്ച് അതിൽ നിന്ന് എടുത്ത് വറ്റിച്ച മീനിൽ നിന്ന് പൊരിച്ചെടുത്തിട്ടുണ്ടായിരുന്നു. പപ്പടം പൊരിച്ച് കണ്ടൊക്കെ പണിക്കാരും കാക്കിയൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ആ കാക്കി ഈ മീൻ ഇഷ്ടമായില്ല അറിഞ്ഞ്. അപ്പോൾ ഇത് നല്ല നെയ്യൊക്കെ ഉള്ള മീനൊക്കെ ആകുമ്പോൾ നല്ല ടേസ്റ്റാണ്. ഇതിപ്പോൾ ഇനി ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം കണ്ടില്ല, നല്ല തീയിലാണ് ഇത് കത്തിക്കൊണ്ടിരിക്കുന്നത്. ചൂടാറി കഴിഞ്ഞതിൻ്റെ ശേഷം ആകുമ്പോൾ ഈ എണ്ണയൊക്കെ കംപ്ലീറ്റും വറ്റിപ്പോകും. കാരണം വെച്ചാൽ നെയ്യാണല്ലോ ഇത് മീനിൽ നിന്ന് വരുന്നത്. അപ്പോൾ ഇങ്ങനത്തെ മീൻ എപ്പോഴും ഇങ്ങനെ പൊരിക്കണേക്കാട്ട് നല്ലത് വറ്റിച്ചുകാണ്ട് ഇതാക്കാനാട്ടോ. അപ്പോൾ അതാ നമ്മളെ മീനിൻ്റെ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇത് കണ്ടില്ലെങ്കിൽ നല്ല ഫ്രഷായിട്ടുണ്ട്. നല്ല മുരിച്ചിൽ വേണമെന്നുണ്ടെങ്കിൽ മുരിച്ചെടുക്കുക. ഞങ്ങൾക്ക് കുറച്ചും സോഫ്റ്റായിട്ട് വേണമെന്നുണ്ടെങ്കിൽ അങ്ങനെ റെഡിയാക്കിയെടുക്കുക. അപ്പോൾ അതാ മീനൊക്കെ റെഡി ആയിട്ടുണ്ട്. വറ്റിച്ച മീൻ ഇതാ പൊരിച്ച് വെച്ചിട്ടുണ്ട്. അതിലും ഒന്നങ്ങനെ മുളക് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ ഞാൻ ചോറ് തിന്നാൻ വേണ്ടിയിട്ടൊക്കെ റെഡിയാക്കിയതാണ്. അതിൽ 2 കോലിമീനുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ നമ്മളെ വീഡിയോ. ഇനി അടുത്തൊരു വീഡിയോ വരുന്നത് വരേക്കും എല്ലാവരോടും അസ്സലാമു അലൈക്കും.